മഹാരാഷ്ട്രയിൽ രാജ് താക്കറെയുടെ നവനിർമ്മാൺ സേനയുമായി സഖ്യമാകാമെന്ന NCP നിലപാട് തള്ളി കോൺഗ്രസ്. പ്രത്യയശാസ്ത്രപരമായ അഭിപ്രായ ഭിന്നത കോൺഗ്രസിന് MNSുമായി ഉണ്ടെന്നും അതിനാൽ സഖ്യം എളുപ്പമല്ലെന്നും കോൺഗ്രസ് പ്രതികരിച്ചു. ഞങ്ങൾക്ക് MNSുമായി ആശയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് സഖ്യം എളുപ്പമല്ല, കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അശോക് ചവാൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ കോൺഗ്രസ് NCP സഖ്യത്തിലേക്ക് MNSനെ കൂടി ചേർക്കണമെന്ന് NCP നേതാവ് അജിത് പവാർ പറഞ്ഞിരുന്നു. മതേതര ആശയത്തോടൊപ്പം നിൽക്കാൻ ആഗ്രഹമുള്ളവരെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകണം. BJP ശിവസേന സഖ്യത്തെ തോൽപ്പിക്കാൻ ഇത് ആവശ്യമാണ്, അജിത് പവാർ പറഞ്ഞു. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും അധികം MPമാരെ ലോക്സഭയിലേക്ക് അയക്കുന്നത് മഹാരാഷ്ട്രയാണ്. 2 സീറ്റുകളാണ് MNS മഹാരാഷ്ട്രയിൽ ആവശ്യപ്പെടുന്നത്. ചില മണ്ഡലങ്ങളിൽ 1 മുതൽ 1.5 ലക്ഷം വരെ വോട്ടുകൾ MNS നേടിയിട്ടുണ്ട്. MNSുമായുള്ള സഖ്യത്തിൽ NCPക്കും MNSനും നഷ്ടപ്പെടാൻ ഒന്നുമില്ല. എന്നാൽ ദേശീയതലത്തിൽ ഇതെങ്ങനെ ബാധിക്കുമെന്ന് കോൺഗ്രസിന് ആശങ്കയുണ്ട്. 1 വർഷമായി NCP MNS നേതാക്കൾ വേദി പങ്കിടുന്നുണ്ട്. ശരത് പവാറും രാജ് താക്കറെയും നടത്തിയ വിമാനയാത്ര സഖ്യ സാധ്യതകളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പരത്തിയിരുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 48 സീറ്റിൽ BJP ശിവസേന സഖ്യം 41 സീറ്റുകൾ നേടിയിരുന്നു. കോൺഗ്രസ് NCP സഖ്യം 6 സീറ്റുകളിലേക്ക് ഒതുക്കപ്പെട്ടു. അതേസമയം രാജ് താക്കറെയുടെ പാർട്ടിക്ക് സീറ്റൊന്നും ലഭിച്ചതുമില്ല.